ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ തുളസീദാസ് എന്ന സംവിധായകൻ 91 മുതലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഗീതാ വിജയനും 2008 ശേഷമുള്ള സംഭവം ശ്രീദേവികയും ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല ഇതൊക്കെ തന്നെയും ശ്രീദേവിയുടെ പരാതി AMMയ്ക്ക് നൽകിയിരുന്നതാണ്. അപ്പോൾ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന സംഘടനയുടെ താരസംഘടനയുടെ പ്രതികരണം തന്നെ കളവായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ലേബി, സ്മൃതി, 91 ഗീതാ വിജയനെതിരെയും 2006 ശ്രീദേവികയ്ക്കെതിരെയും പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സംവിധായകൻ തുളസീദാസിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. രണ്ടുപേരും ഒരേ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഗീതാ വിജയനുണ്ടായ അനുഭവം 91-ലും 15 വർഷങ്ങൾക്ക് ശേഷം 2006 ഇപ്പോൾ ശ്രീദേവികയ്ക്കും. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. സ്മൃതി, രണ്ടുപേരുടെയും പരാതിക്ക് ഒരേ സ്വഭാവമാണെങ്കിലും ഇതിൽ സാങ്കേതികമായി ശ്രീദേവികയുടെ പരാതിക്ക് കുറച്ചുകൂടി ഗൗരവമുണ്ട്. കാരണം AMMയ്ക്ക് ഇവർ പരാതി 2018 നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് പറഞ്ഞൊരു കാര്യമുണ്ട്. പരാതിയുമായി സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ പരിഹരിച്ചേനെ. പരാതിയുമായി ആരും കടന്നു വരാത്തതാണ് കാരണം. അന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ചു ചോദിച്ചു, ഒരു പരാതി 2018 കിട്ടിയിട്ടില്ലേ എന്ന്. 2018 ശ്രീദേവിക ഇമെയിലായി അമ്മ പ്രസിഡന്റിന് റിട്ടേണായി കംപ്ലൈൻറ്റ് നൽകിയത്. ഈ കംപ്ലൈൻറ്റിനോട് 6 വർഷം പിന്നിട്ടിട്ടും ഒരു നടപടിയും എടുക്കാതെ AMM പുറംതിരിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവകരമായ സംഭവം. ഇതിൽ അന്ന് സിദ്ദിഖിനോട് നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞ ഭരണസമിതിക്കായിരുന്നു. ആ ഭരണസമിതിക്ക് ശേഷം താൻ ചുമതലയേറ്റതിന് ശേഷം ഒരു റിമൈൻഡർ മാത്രമാണ് ലഭിച്ചത് ഈ പരാതിക്കാരിയിൽ നിന്ന്. അപ്പോൾ സ്മൃതി ഓർത്തു നോക്കണം, 2006 നടന്ന സംഭവം 2018 പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യവും ആ പരാതിയിൽ വ്യക്തമായി ശ്രീദേവിക സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഇത്തരം കംപ്ലൈൻറ്റ് അതോറിറ്റി സെല്ലുകളൊന്നും ഈ താരങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നില്ല. ഇത്തരം ഒരു സംഘടനാ പ്രവർത്തനത്തിനിടയിൽ അത്തരം പരാതി കൊടുക്കുന്ന ഒരു സംവിധാനം നിലനിന്നിരുന്നില്ല. എന്നാൽ പരാതി കൊടുക്കാനുണ്ടായ 2018 പരാതി കൊടുത്തതിന് ശേഷം സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷവും തൻ്റേതായി ഇത്തരം ഒരു പരാതി ഗൗരവകരമായി ഉണ്ട്, അതിൽ നടപടി എടുത്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് വീണ്ടും മെയിൽ ചെയ്തിട്ടുണ്ട് ശ്രീദേവിക. എന്നിട്ടും ഇത്തരത്തിൽ ഒരു നടപടിയും എടുക്കാതെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് ഇവിടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. തീർച്ചയായും സംവിധായകൻ തുളസീദാസിനെതിരെ 2 നടിമാരാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ശ്രീദേവികയുടെ പരാതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട്. കാര്യം റിട്ടേണായ കംപ്ലൈൻറ്റാണ്. ആ കംപ്ലൈൻറ്റിന് പുറകെ അവർ നിൽക്കുകയും ചെയ്തു. വീണ്ടും ആ പരാതിയെക്കുറിച്ച് പരിശോധിക്കാത്തതിനെ ചൊല്ലി ഇവർ പരാതിപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനങ്ങിയിട്ടില്ല. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഈ സമയത്തിൽ ഈ 2 പ്രതികരണങ്ങളോടുമുള്ള മറുപടിയും വന്നിട്ടുണ്ട്. സംവിധായകൻ തുളസീദാസ് പറഞ്ഞത് ശ്രീദേവികയോട് വഴക്ക് പറഞ്ഞതിൻ്റെ പ്രതികാരമായിരിക്കാം കാണിച്ചത്. എന്നാൽ ഗീതാ വിജയനോട് ഒരു രീതിയിലുള്ള പിണങ്ങേണ്ട സാഹചര്യവും വന്നിട്ടില്ല, മറ്റൊരു രീതിയിലുള്ള വർത്തമാനങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള മറുപടി ഇപ്പോൾ സംവിധായകൻ തുളസീദാസിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ എന്നും പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളിൽ ശ്രീദേവിയുടെ പരാതി നമ്മൾ പുറത്തു വിടുമ്പോൾ ഓരോന്നായി ഓരോ വാചകത്തിലും വളരെ ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ 2006 സെറ്റിൽ വെച്ച് രാത്രിയിൽ, അത് ഒരു ദിവസമല്ല 3-4 ദിവസങ്ങളിൽ രാത്രി വന്ന് ഡോറിൽ മുട്ടുന്നു. അപ്പോൾ ശ്രീദേവിക റിസപ്ഷനിൽ വിളിച്ച് അന്വേഷിക്കുന്നു തൻ്റെ മുറിക്ക് പുറത്തു വന്ന് മുട്ടുന്നത് ആരാണ് എന്ന്. അപ്പോൾ പറയുന്നു അത് ചിത്രത്തിൻ്റെ സംവിധായകൻ തന്നെയാണ് എന്ന്. ഇക്കാര്യം വളരെ ആകുലപ്പെട്ടുകൊണ്ട് കൂടെ അഭിനയിച്ചിരുന്ന നടനോട്, അത് ഒരുപക്ഷെ പൃഥ്വിരാജ് തന്നെ ആവണം, നടനോട് പങ്കുവയ്ക്കുന്നു. അദ്ദേഹം അത് മനസ്സിലാക്കി താൻ താമസിച്ചിരുന്ന ഫ്ലോറിലേക്ക് സുരക്ഷിതമായ ഒരു റൂം ഒരുക്കി കൊടുത്ത് ഇവരെ അമ്മയെയും മകളെയും മാറി താമസിക്കാൻ അനുവദിക്കുന്നു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ പരാതി ശ്രീദേവിക അമ്മയുടെ ജനറൽ സെക്രട്ടറി, അന്ന് ഇടവേള ബാബുവാണ്, അമ്മയുടെ ജനറൽ സെക്രട്ടറിയോട് പറയുന്നു, വാക്കാൽ പറയുന്നു. പക്ഷേ പരാതിപ്പെടേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള നിരാകരണമാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനുശേഷം ആ സമയത്ത് ഇത്തരത്തിൽ ഇതിൻ്റെ പിന്നാലെ വരാനുള്ള കംപ്ലൈൻറ്റ് അതോറിറ്റി സെല്ലുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റിട്ടേണായ കംപ്ലൈൻറ്റ് നൽകിയില്ല. പക്ഷേ പലവട്ടം ഇക്കാര്യം അമ്മ ഭാരവാഹികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അതിന് ഒരു നടപടിയും ഉണ്ടായില്ല. അത് മാത്രമല്ല, ഈ സംവിധായകനാകട്ടെ ഈ സംഭവത്തിന് ശേഷം, അതായത് 3-4 വട്ടം വന്ന് രാത്രി മുറിയുടെ കതകിൽ മുട്ടിയിട്ട് തുറക്കാത്തതിൻ്റെ പ്രതിഷേധമെന്നോണം അവിടെ നിന്ന് മുറി മാറി താമസിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രതിഷേധമെന്നോണം പിന്നീടുള്ള ദിവസങ്ങളിലേക്ക് വളരെ ക്രൂരമായിട്ടാണ്, വളരെ റൂഡായിട്ടാണ് ഈ
ശ്രീദേവികയോട് പെരുമാറിയത്. സ്ക്രിപ്റ്റ് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നില്ല, സീൻ പറഞ്ഞു കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ഡയലോഗ് വെട്ടിച്ചുരുക്കുന്നു, വളരെ റൂഡായി സെറ്റിൽ വെച്ച് പെരുമാറുന്നു. ഇത്രയും തിക്താനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷവും കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫല തുകയും നൽകിയില്ല. അതിനെ തുടർന്നാണ് AMMA ഭാരവാഹികളുമായി ഈ കാര്യം പങ്കുവച്ചതും ജനറൽ സെക്രട്ടറിയോട് പരാതി പറഞ്ഞതും. എന്നാൽ അങ്ങനെ പരാതി പറയേണ്ടതില്ല എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പരാതിയും ശ്രീദേവിക ഉന്നയിക്കുന്നുണ്ട്. അതായത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരിൽ ചിലർ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. ആ സമയത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ വിളിച്ച് സംസാരിക്കുമ്പോൾ കഥ ഏതെന്നോ കഥയുടെ രീതിയോ അല്ല പറയുന്നത്, മറ്റു കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കുന്നത്. സംവിധായകൻ, അതുപോലെ തന്നെ നിർമ്മാതാവ്, കൂടെ അഭിനയിക്കുന്ന നടൻ, ഇവർക്ക് 3 പേർക്കും വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യമാണ്. ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ജോലി എന്താണ് എന്നത് വിശദമായി തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പലയിടത്തും പല ആരോപണങ്ങളിലും ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഏത് രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു, ഏറ്റവും മോശമായി താരങ്ങളോട് നടികളോട് പെരുമാറിയിട്ടുള്ളത് ഈ വിഭാഗമാണ് എന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ പുതിയ മൊഴികൾ വരുമ്പോൾ ഈ വാർത്തയോട് തുളസിദാസ് പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ ദുർബലമായൊരു മറുപടിയായിരുന്നു. അന്വേഷിക്കട്ടെ എന്നതിനപ്പുറം അദ്ദേഹത്തിന് പറയുന്ന ആരോപണങ്ങളിൽ കൃത്യമായൊരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആ മറുപടി കേൾക്കുമ്പോൾ തോന്നുന്നത്. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.